അപ്പോൾ ഏറ്റവും ഡല്ലസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നത് ഞാനാണ്. സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്ന വാക്ക് പോലും കേട്ടിട്ടില്ല. ഒരു സ്റ്റുഡൻറ്റ്, ഒരു സിനിമാറ്റോഗ്രാഫർക്ക് ഒരു ഡയറക്ടർ ചൂസ് ചെയ്യണം. എന്നെ മാത്രം ആരും ചൂസ് ചെയ്യില്ല. കാരണം ഞാൻ ഡല്ല. എനിക്ക് 79 തന്നെ ഫസ്റ്റ് ഫിലിം കിട്ടി. നന്ദനം, മിഴിരണ്ടിലും, മനസ്സിനക്കരെ തുടങ്ങിയ സിനിമയുടെ ഛായാഗ്രഹകനായ അഴകപ്പൻ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. വിൻസെൻ്റ് മാസ്റ്ററുടെ പിക്ചേഴ്സ് ഇപ്പോൾ എടുത്ത് കണ്ടാലും എങ്ങനെ ഹൗ ടു ക്രിയേറ്റ് ദ ഡെപ്ത് ഓഫ് ഫീൽഡ് ഇൻ യുവർ പിക്ചർ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നും ചെമ്മീൻ കാണുമ്പോൾ നമുക്ക് കടലും ഫോക്കസ് ഉണ്ടാവും, ഫ്രണ്ടിലിരിക്കുന്ന ആർട്ടിസ്റ്റ് ഫോക്കസ് ഉണ്ടാവും. ഏറ്റവും മനോഹരമായിട്ട് നേച്ചർ ബ്ലൻഡ് ചെയ്തതാണ് ബാലുമുഖേന്ദ്ര. അപ്പോൾ ഞാനത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസ് എനിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനത് കോപ്പി ചെയ്തിട്ടില്ല. ഒരേ ഒരു പടത്തിൽ മാത്രം അത് ട്രൈ ചെയ്ത്, മനസ്സിനക്കരയിലെ മെല്ലെ ഒന്ന് ഒരു പാട്ട്. മലയാള സിനിമവും ബംഗാൾ സിനിമയുമാണ് ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്ന് പറയുന്ന ഒരു ആദ്യമായിട്ട് ഉപയോഗിച്ച പടങ്ങളായിരുന്നു. ഡിജിറ്റലൈസേഷൻ വന്നപ്പോൾ ഒരു പടം വന്നിട്ട് അടുത്ത പടം അതെക്കാട്ടിലും കുറച്ച് ബെറ്ററായിട്ട് വരുമ്പോൾ പഴയത് മറക്കുന്ന ഒരു ഇത്. എൻ്റെ സിനിമാറ്റോഗ്രാഫി എന്ത് പഠിച്ചോ അത് ഞാൻ ടെലിവിഷനിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. സാർ, ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സാർ ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ സിനിമയിൽ കണ്ടിട്ടുള്ള സാധനങ്ങൾ റിയലായിട്ട് കാണുകയാണ്. ക്യാമറാമാൻ എന്നതിലുപരി ഒരു മനുഷ്യനായിട്ടത് കാണുമ്പോൾ, ഇത് എടുക്കുമ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥ ഭയങ്കര ഡിപ്രസീവാണ്. നമുക്ക് ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ തന്നെ നമ്മൾ ഹെലികോപ്റ്റർ വെടിവെക്കുന്നു. ഫസ്റ്റ് ഓപ്പണിങ്ങിൽ തന്നെ 4 പേര് എൻ്റെ ക്യാമറയുടെ മുമ്പ് മരിക്കുന്നു. ഇപ്പം ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരേ ഒരു വാതിലേ ഉള്ളൂ. 270 ഡിഗ്രി അവർ ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ് ടെററിസ്റ്റ്. ബുള്ളറ്റ് പ്രൂഫ്സ് ഒക്കെ ഓൾറെഡി ഇല്ല. അങ്ങനെ ആർക്കും ബുള്ളറ്റ് പ്രൂഫ്. അത് കഴിഞ്ഞ് 1 മാസം മിണ്ടാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല, വോമിറ്റിംഗ് സെൻസേഷൻ എപ്പോഴും. ആ സ്മെല്ല്, അവിടെ ഉള്ള സ്മെല്ലാണ്. ഹിറ്റുകളുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 ദശാബ്ദം നീണ്ട ചലച്ചിത്ര സബരിയ. നന്ദനം, മിഴിരണ്ടിലും, മനസ്സിനക്കരെ തുടങ്ങിയ സിനിമയുടെ ഛായാഗ്രഹകനായ അഴകപ്പൻ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തെ ഇവിടെ സ്വാഗതം ചെയ്യാം. താങ്ക് യു സാർ. നമസ്കാരം സാർ. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സിനിമോട്ടോഗ്രഫി പഠിക്കാനുള്ള സാറിൻ്റെ ഒരു ഡിസിഷൻ, അത് പൊതുവെ എല്ലാവരും പറഞ്ഞാൽ പ്ലാൻഡ് ആണ് എന്നുള്ളത്. പക്ഷെ സാറിൻ്റെതും ഞാൻ കേട്ടിട്ടുള്ളത് പ്ലാൻഡ് അല്ല, അങ്ങ് വന്ന് ഭവിച്ചതാണ്. പിന്നീട് സാർ അതുമായിട്ട് അങ്ങ് ഇൻറ്ററാക്ട് ചെയ്ത് റെഡി ആയതാണ്. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്ന വാക്ക് പോലും കേട്ടിട്ടില്ല. ഫോട്ടോഗ്രാഫി കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ നാഗർകോയിലാണ്. ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, ഒരു ഫേമസ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോഗ്രാഫർ ഇട്ട് വരുന്ന ഡ്രസ്സ് വൈറ്റ് ആൻഡ് വൈറ്റ് ആയിരിക്കും, ലാംബ്രട്ടർ സ്കൂട്ടറായിരിക്കും, അയാളുടെ ഒരു ബാഗ് ഉണ്ടാവും. അയാളുടെ ഒരു സ്റ്റൈലിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ കല്യാണ വീട്ടിലെ അവിടെയൊക്കെ വരുമ്പോൾ പുള്ളി അവിടുത്തെ എന്താ, നമ്മളൊരു കളക്ടർക്കോ അല്ലെങ്കിൽ ഒരു MP-ക്കോ അല്ലെങ്കിൽ MLA-ക്കോ കൊടുക്കുന്ന റെസ്പെക്റ്റ് എല്ലാവരും കൊടുക്കും. സല്യൂട്ട് അടിച്ച് ഉള്ള കൊണ്ടുപോകും. അയാൾ ഒരു VIP. അപ്പം എനിക്കും ഭയങ്കര കൗതുകം. ഈ ഫോട്ടോഗ്രാഫറും പറയുന്നത് ഒരു വലിയ സംഭവമാണെന്നും മനസ്സിലായി. കാരണം 2-3 ഫോട്ടോഗ്രാഫറേ ഉള്ളൂ. അതിൽ ക്ലിക്കായിരുന്നത് ഈ രാജ സ്റ്റുഡിയോ ചെയ്യുന്ന ആൾ എടുത്താലേ നന്നാവും, പെണ്ണും നന്നാവും, പയ്യനും നന്നാവും, ജീവിതം നന്നാവും ഒരു വിശ്വാസമുണ്ട് എന്ന് ടൗണായിരുന്നു. അപ്പോൾ പുള്ളിയുടെ സ്കൂട്ടർ കണ്ടിട്ടും ഭയങ്കര ഒരു ലാംബ്രട്ട വരുന്ന സ്റ്റൈലും കണ്ടിട്ട് ഒരു യൂത്തിൽ നമുക്ക് യങ് സ്റ്റേജിൽ ഇതൊക്കെ ആവേശമുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറായാൽ കൊള്ളാമെന്നൊരു മനസ്സിൽ വന്നു. അത്രേ ഉള്ളൂ. പിന്നെ അത് എൻ്റെ ഫാദർ ഫിസിക്സിൻ്റെ ടീച്ചറായിട്ടും അറിയപ്പെടുന്ന ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. നമ്മുടെ നമ്പിനാരായണ സാറൊക്കെ അച്ഛൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാണ്, വീട്ടിലെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, പക്ഷേ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻജിനീയറിങ് പഠിച്ച് ഇനി വലിയ ഒരു ആളാവണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ പേരൻസും ഉള്ളതുപോലെ തന്നെ അച്ഛനിക്കും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഡോക്ടറാവണം, അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു 10th സ്റ്റാൻഡേർഡ് വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ ജീവിക്കാൻ പറ്റില്ല. ഒരു ക്രിയേറ്റിവിറ്റി ജോബ് പഠിക്കണം, അതിൽ ഒറ്റയ്ക്കാവണം മാത്രമേ ചിന്തിച്ച ഒരു ഇല്ല. അങ്ങനെയാണ് കാറ്ററിംഗ് ടെക്നോളജി, ലെതർ ടെക്നോളജി, കെമിക്കൽ ടെക്നോളജി, പിന്നെ ഷുഗർ ടെക്നോളജി, ഇങ്ങനെ കുറേ ടെക്നോളജിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷേ എൻജിനീയറിങ് ഞാൻ എൻട്രൻസ് അന്ന് എഴുതിയിരുന്നു. എൻട്രൻസ് എന്ന് പറയുന്നത് മെറിറ്റ് വെച്ചിട്ടാണ് അന്ന് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ പോലെയുള്ള സിസ്റ്റമല്ല. മെറിറ്റ് ഉള്ളവർക്ക് ഇത്ര പെർസെൻറ്റേജ് വെച്ച് അപ്ലൈ ആണ്.
അപ്പോൾ എൻ്റെ 1% കൂടിയ ആളുകളൊക്കെ ഇൻ്റർവ്യൂവിൽ വിളിച്ചിരുന്നു, എന്നെ വിളിച്ചിട്ടില്ല. അപ്പം എനിക്കൊരു ഹാപ്പിയായി എഞ്ചിനീയറിംഗ് പഠിക്കണ്ടല്ലോ എന്ന്. ആ സമയത്തിലാണ് എൻ്റെ ഒരു ചിറ്റപ്പൻ അലിനിലെ ജോലിയായിരുന്നു. അദ്ദേഹം വിളിച്ചിട്ട് പറയുന്നത്, ഇങ്ങനെ ഒരു ഫിലിം ടെക്നോളജി എന്നൊരു കോഴ്സ് ഉണ്ട്, നീ പഠിക്കുന്നുണ്ടോ എന്ന്. അതിനു മുമ്പ് ഒരു ഫോട്ടോഗ്രാഫ് മാത്രം എടുത്ത് അപ്രീഷിയേഷൻ കിട്ടിയ ഒരു സംഭവം ഉണ്ടായി ലൈഫിൽ. അത് ഞാൻ വെറുതെ ക്ലിക്ക് 3 എന്നൊരു ക്യാമറ വെച്ച് ക്ലിക്ക് ചെയ്തത് ഓട്ടോമാറ്റിക്കായി ഒരു നല്ല പിക്ചറായിപ്പോയി. എനിക്കന്ന് ടെക്നോളജി കൊണ്ട് അറിയില്ല. എത്രാമത്തെ വയസ്സിലായിരുന്നു? അത് എൻ്റെ വലിയച്ഛൻ നമ്മുടെ നാട്ടിലേക്ക് വന്നിരുന്നു, എയർഫോഴ്സിലെ ഓഫീസറായിരുന്നു, മാസ്റ്റർ ഓഫ് വാറണ്ട് ഓഫീസറിന്. ഈ 71 വാർ കഴിഞ്ഞ് ഫാമിലി നാട്ടിൽ വിടാൻ വേണ്ടി പുള്ളി ഇവിടെ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു ക്യാമറ കൊണ്ടുവന്നു. അപ്പോൾ കന്യാകുമാരി പോകാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. കന്യാകുമാരിയിൽ വെച്ച് കുറേ ഫോട്ടോ എടുത്ത് ഞാൻ ഈ ക്യാമറ ഇങ്ങനെ ഒത്തിരി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞ്, നിനക്കൊരു ഫോട്ടോ എടുക്കണമെന്ന്. തരുമോ എന്ന് ചോദിച്ച് വലിയച്ഛൻ. അപ്പം എടുത്തോ എന്ന് പറഞ്ഞു. കെയർഫുള്ളായി എടുക്കണം, ഷേക്ക് ചെയ്യാൻ പാടില്ല, അനങ്ങാൻ പാടില്ല, ഇതെല്ലാം പറഞ്ഞു തന്നു. അപ്പം ഞാൻ അവിടെ ഒരു കല്ലുണ്ടായിരുന്നു, കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു സൺസെറ്റ് ആവുന്ന ടൈമാണ്. ഞാൻ ഇതെടുത്തോട്ടേന്ന് ചോദിച്ചു. അങ്ങനെ സൺസെറ്റിൻ്റെ ഒരു ഫോട്ടോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. പക്ഷേ എനിക്ക് ഇത് ടെക്നോളജി ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇത് പൂനെയിൽ പോയിട്ടാണ് പ്രിൻ്റ് അടിച്ചത്. അപ്പോൾ ഇത് മനോഹരമായ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോഗ്രാഫർ ഭയങ്കര അപ്രീഷിയേഷൻ എൻ്റെ വലിയച്ഛന് കൊടുത്തു. അപ്പം വലിയച്ഛൻ പറഞ്ഞ്, ഞാൻ എടുത്തതില്ല, എൻ്റെ അനിയൻ്റെ മകനാണ്, കൊച്ചു പയ്യനാണ്, 8ാം ക്ലാസ് എന്തോ പഠിക്കുന്നുണ്ട് എന്ന്. അതിലൊരു സ്റ്റാർ എഫക്റ്റ് പോലെ എങ്ങനെയോ ഒരു സ്റ്റോണിലിരുന്ന് ഒരു സ്റ്റാർ പോലെ ഒരു എഫക്റ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പർപ്പസാ ചെയ്തതെന്ന് വിചാരിച്ചു. ഇത് പർപ്പസിൽ നമ്മൾ വെറുതെ ക്ലിക്ക് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു അപ്രീഷിയേഷൻ കിട്ടിയപ്പോൾ ഞാനൊരു നല്ല ഫോട്ടോഗ്രാഫറെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇതും ഒരുമിച്ച് വന്നപ്പോൾ, ഫിലിം ടെക്നോളജീൻ്റെ ഐഡിയ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് അപ്ലൈ ചെയ്യാം, കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്ലൈ ചെയ്യോ, ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു 100ക്ക് മേളിൽ അപ്ലിക്കേഷൻ ഉണ്ട്, 5 സീറ്റേ ഉള്ളൂ. സൗണ്ട് എൻജിനീയറിംഗ് ആൻഡ് റെക്കോർഡിങ് ആൻഡ് സിനിമാറ്റോഗ്രാഫി പ്രോസസ്സിങ്, ഇങ്ങനെ 5 കോഴ്സ്. അതിൽ ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ടിക്ക് ചെയ്തപ്പോൾ സൗണ്ട് എൻജിനീയറിംഗ് എന്ന് വന്നു. പിന്നെ സെക്കൻഡ് സിനിമാറ്റോഗ്രാഫിന് ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടുമല്ലോ എന്ന്. അവിടെ പോയപ്പം അടയാറില്ല ഇൻ്റർവ്യൂവിൽ പോയപ്പോഴാണ് ഫിസിക്സിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം സൗണ്ട് വേണോ സിനിമാറ്റോഗ്രാഫി വേണോ. ഞാൻ പറഞ്ഞു ക്യാമറ പഠിക്കാൻ താല്പര്യമുണ്ട്, പിന്നെ എന്തിനാ സൗണ്ട് കിട്ടുന്നു, ചിലപ്പം കോമ്പറ്റീഷൻ കൂടുതൽ ആരോ പറഞ്ഞ് കിട്ടത്തില്ല ക്യാമറക്ക്, അപ്പോൾ സൗണ്ട് കിട്ടിയാൽ ക്യാമറ പഠിക്കല്ലോ എന്ന് വിചാരിച്ചിരുന്നു. നീ സിനിമാറ്റോഗ്രാഫിയിൽ സെലക്ട് ചെയ്ത ജോയിൻ ചെയ്യുമെന്ന്. ചെയ്യാൻ സാറും അപ്പം തന്നെ വൈകിട്ട് മനസ്സിലായി എനിക്ക് കിട്ടിയെന്ന്. അങ്ങനെയാണ് ജീവിതം തുടങ്ങിയത്. പക്ഷേ ഫസ്റ്റ് 1 ഇയർ ഞാൻ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല, സിനിമാറ്റോഗ്രാഫിയുടെ സബ്ജക്റ്റ് മനസ്സിലാവുന്നില്ല, ഫോട്ടോഗ്രാഫി സബ്ജക്റ്റ് മനസ്സിലാവും, ഫിസിക്സ്, കെമിസ്ട്രി, അങ്ങനെ ലൈറ്റ്സ്, അത് ട്രാവലിങ്, അങ്ങനെയൊക്കെ ഒരുപാട് പോയിക്കൊണ്ടിരിക്കുക. തെറ്റിപ്പോയോ, അച്ഛൻ പറഞ്ഞ സ്ഥലത്ത് പോയാൽ മതിയോ എന്ന് ആലോചിച്ചു. സെക്കൻഡ് ഇയർ വന്നപ്പോഴാണ്. അച്ഛൻ എന്തായിരുന്നു ആക്ച്വലി പറഞ്ഞത്? അച്ഛൻ ഫിസിക്സ് ടീച്ചർ. അല്ല, വേറെ ഇടത്ത് പോകാൻ അച്ഛനക്ക് ഡെഫിനറ്റായി ഒരു എഞ്ചിനീയറിംഗ് പഠിക്കാൻ വെക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഫിലിം ടെക്നോളജി എന്ന് പറയുമ്പോൾ ആ വേർഡ് നോക്കുമ്പോൾ വീട്ടിൽ പൊതുവെ സിനിമയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെ. അപ്പോൾ പിന്നെ പോകാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ഓട്ടോമാറ്റിക്കലി പുള്ളി ഒരു ഫാദർക്ക് അങ്ങനെ ഉണ്ട്. കാരണം NS കൃഷ്ണൻ എന്ന് പറയുന്ന വലിയൊരു ആക്ടർ ഫിലിമിക്ക് വേണ്ടി ജീവിതം പോയി നശിപ്പിച്ച് കംപ്ലീറ്റ് വസ്തുക്കളൊക്കെ വിറ്റ് നാട്ടിൽ ഭയങ്കര പ്രോബ്ലമായി. MGR എപ്പോഴും ബഹുമാനിക്കുന്ന ഒരു ആക്ടറായിരുന്നു NS കൃഷ്ണൻ. അതേ അച്ഛൻ്റെ ഫാമിലിയാണ്. അപ്പം അതുകൊണ്ട് അച്ഛനക്ക് ഈ ട്രാജഡിയെ സംഭവിക്കുന്ന ഫിലിം ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ജോയിൻ ചെയ്ത ശേഷം അവിടെ പോയപ്പോഴാണ് മനസ്സിലായി ഇറ്റ്സ് എ ബിഗ് സബ്ജക്റ്റ്. സാധാരണ നല്ല ഒരുപാട് പഠിക്കാനുണ്ടെന്ന് മനസ്സിലായി. ഈ അടയാറ് ടൈം പീരീഡിൽ എനിക്ക് തോന്നുന്നു ഏത് ഇയറിലാണ് ശരിക്കും പറഞ്ഞ ഞാൻ 75. അപ്പോൾ ആ ഒരു പീരീഡ് ടൈമിൽ തന്നെ ആദ്യം ഇവിടെ BSc ഫിസിക്സ് ജോയിൻ ചെയ്തു. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സ് ജോയിൻ ചെയ്ത് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് എനിക്ക് ഇൻ്റർവ്യൂ നാഗർകോവിൽ. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ പോകാൻ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇൻ്റർവ്യൂ വരുന്നത് അടയാറിലായിരുന്നു. അപ്പം ഞാൻ പോയി സെലക്റ്റായി. ഈ ഒരു ടൈം പീരീഡിൽ സാർ അടയാറിലുണ്ടായിരുന്ന ടൈം പീരീഡിൽ തന്നെ സാറിൻ്റെ ബാച്ച്മേറ്റ്സും അതുപോലെ പല ഫീൽഡിലുള്ളവരും, ഇപ്പം സൗണ്ട് ടെക്നോളജി ആയിക്കോട്ടെ,
അവരെക്കുറിച്ചൊന്ന് പറയുമോ? ആരൊക്കെയാണ്? കാരണം എനിക്കറിയാം ആരൊക്കെയാണ് സാറിൻ്റെ ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ള ഇന്ന് അറിയപ്പെടുന്ന ആൾക്കാരെന്നുള്ളത്. എൻ്റെ ബാച്ചിൽ NT രാമറാവുടെ സൺ ആ. സിനിമയിൽ തന്നെ ജനിച്ച് സിനിമയിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണ് NT രാമറാവുടെ മകൻ മോഹനകൃഷ്ണൻ. ഉം. കൃഷ്ണസ്വാമീനുണ്ട്. അവർ വന്നിട്ട് നമ്മുടെ ശ്രീദേവി ആക്ട്രസിൻ്റെ ഏതോ റിലേറ്റീവ്സ്. പിന്നെ AS പ്രകാശ് എന്നൊരു വലിയ സിനിമാറ്റോഗ്രാഫറുണ്ട്. അയാളുടെ ഒരു റിലേറ്റീവാണ്, അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവാണ് വിശ്വനാഥൻ ഒരാൾ. പിന്നെ എല്ലാം ഫിലിം പീപ്പിളായിട്ട് ഭയങ്കര കണക്ഷനുള്ള ആളാണ് ആറുമോഹൻ എന്ന് പറയുന്ന എൻ്റെ ക്ലാസ്മേറ്റ്. അപ്പം പുള്ളിയുടെ ഫാദർ ഭയങ്കര അന്ന് ഏറ്റവും ഭയങ്കര എന്താ പറയുക ഫേമസ് സൗണ്ട് കടിച്ചിട്ട് സൗണ്ട് മിക്സർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പം നമ്മുടെ നെഹ്റു വന്നാലും മിസ്സസ് ഗാന്ധി വന്നാലും ത്യാഗരാജ ഭാഗവതർ കീർത്തൻ ഏരിയ പോയാലും MMR സൗണ്ട്സ് ഉണ്ടെങ്കിലേ അവർ ചെയ്യും. അപ്പം അദ്ദേഹത്തിൻ്റെ മോന ലേമേനാണ് ഒന്നും അറിയാതെ പോയത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ഡല്ലസ് സ്റ്റുഡൻ്റായിരുന്നത് ഞാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിവേ നാല് പേരും ഭയങ്കര ബ്രില്യൻ്റ്, എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ ഞാൻ ഭയങ്കര ഡല്ലായിരുന്നു. സെക്കൻഡ് ഇയറിൽ വന്നപ്പം എല്ലാ സ്റ്റുഡൻസിനും ഡയറക്ടേഴ്സ് ചോയ്സ് ഉണ്ടായിരുന്നു. ഒരു സ്റ്റുഡൻറ്റ് ഒരു സിനിമാറ്റോഗ്രാഫർക്ക് ഒരു ഡയറക്ടർ ചൂസ് ചെയ്യണം. എന്നെ മാത്രം ആരും ചൂസ് ചെയ്യില്ല. കാരണം ഞാൻ ഡല്ല, എനിക്ക് അത്രയ്ക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് അറിയില്ല. ഇൻട്രോവേർട്ട് മാത്രമല്ല, വില്ലേജിൽ നിന്ന് പോയത് കൊണ്ട് ഒരു അപ്പിയറൻസ് കണ്ടിട്ട് അവർ സിറ്റിയിലോ ജീവിച്ചൊരു ഒരു മോഡേണൈസേഷൻ ഉണ്ടല്ലോ. പക്ഷേ പിന്നീട് NT രാമറാവുടെ സൺ 2-3 സിനിമ ചെയ്തു. അതോടെ പുള്ളി വൈൻഡപ്പ് ചെയ്തു. കൃഷ്ണസ്വാമിയും ഒരു 10-15 ഫിലിം തമിഴിൽ ചെയ്തു. ഇല്ല, ആറുമുഖം സക്സസ് ആകാൻ പറ്റില്ല. വിശ്വനാഥൻ ഒരു ഫിലിം, ഒരു ഇൻ്റലിജൻ്റ് മോസ്റ്റ് ഇൻ്റലിജൻ്റ് ഞങ്ങളുടെ ബാച്ചിൽ, പുള്ളിക്കും ഫിലിമൊന്നും ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. എനിക്ക് 79 തന്നെ ഫസ്റ്റ് ഫിലിം കിട്ടി. 79 ഞാനും ആറുമുഖം ചേർന്നാണ് ചെയ്തത്. പിന്നെ സെക്കൻഡ് ഫിലിം ആറുമുഖം ഞാനും ചേർന്നാണ് ചെയ്തത്. ആറുമുഖം അഴകപ്പൻ എന്നാണ് ടൈറ്റിൽ. പിന്നെ എനിക്ക് സ്ട്രഗിൾ ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല, ഫാമിലി സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ ദൂരദർശനിൽ ജോയിൻ ചെയ്തു. സാറിൻ്റെ ജൂനിയേഴ്സ് ആയിരുന്നു സാലു ജോർജ് സാർ. സാലു ജോർജ് അടുത്ത ബാച്ചിൽ വന്നത്. സാലു ജോർജ് ആൻഡ് PC ശ്രീറാം, പിന്നെ തോപ്പിൽ ബാസിയുടെ മകൻ അജയൻ. എൻ്റെ 1 ഇയർ സീനിയർ ആയിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ തന്നെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ മണിയറംപിള്ള രാജു ആൻഡ് ആക്ടർ, നമ്മുടെ ഫേമസ് സൗണ്ട് കാർഡിസ്റ്റ് നാഷണൽ അവാർഡ് വിന്നർ ഹരികുമാർ ആൻഡ് ചെറിയാനൂർ ക്യാമറമാൻ ആൻഡ് ജോർജ് കിത്തു. ഇവരെല്ലാവരും നേരത്തെ ഇൻഡസ്ട്രിയിൽ വന്നു പോയവരാണ്. സാറിന് ആരുടെ വർക്കാണ്, എനിക്കറിയാം ഇതിൻ്റെ അകത്ത് വന്നതിന് ശേഷമാണ് ഇതുമായിട്ട് കുറച്ചും കൂടെ ഒരു താല്പര്യവും അതിനോടുള്ളൊരു അഫിനിറ്റി തുടങ്ങിയത്. പക്ഷേ എങ്കിൽ ഇത് സിനിമാറ്റോഗ്രാഫി ചെയ്ത് തുടങ്ങണം ഇതാണ് എന്ന് ഉറപ്പിച്ച ടൈമിൽ ആരുടെ വർക്കുകളാണ് ഒരു മെൻറ്റർഷിപ്പായിട്ട് സാറ് കൊണ്ടുനടന്നത്? അതായത് ഈ ചെയ്യുന്നെങ്കിൽ ഇതേപോലെ ചെയ്യണം, അങ്ങനെ ഒരു സിനിമാറ്റോഗ്രാഫർ ഉണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത്, എനിക്ക് ഇന്ന ആളെ പോലെ? പഠിക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ പോയിട്ട് ഡെഫിനറ്റ്ലി ആദ്യം കണ്ട പടങ്ങളൊക്കെ ക്ലാസിക് ഫിലിംസാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് ടീച്ചിങ് പർപ്പസിന് വേണ്ടി. അപ്പോൾ തമിഴിൽ കുറേ പടങ്ങളുണ്ട്, മലയാളത്തിൽ വരും, ബംഗാളി പടങ്ങൾ വരും. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെമ്മീൻ്റെ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഇയർ വന്നപ്പോഴാണ് ബാലു മഹേന്ദ്ര ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ എന്താ പറയുക, ഇവരുടെ അഡാപ്റ്റ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ ഒരു വർക്കുകൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനും ആ ലേണിംഗ് പ്രോസസ്സ് കുറച്ച് ഹെൽപ്പ് ചെയ്തു. കാരണം ഇവരുടെ ഫിലിമിൽ നമ്മുടെ ചെമ്മീൻ മാർക്കസ് പാട്ടിലെ ചെയ്ത പടത്തിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി സെൻസ് നോക്കുകയാണെങ്കിൽ വേറെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റാണ്. അതേ ടൈമിലാണ് വിൻസെൻ്റ് മാർഷൽ എന്താണ് ഡെപ്ത് ഓഫ് ഫീൽഡ്, ഒരു ഡെപ്ത് എങ്ങനെ ഉണ്ടാക്കുക, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു ഡെപ്ത് വേണമെന്ന് പറയില്ലേ. സോ ആ ഒരു പിക്ചർ ഉണ്ടാക്കുമ്പോൾ ഇത് ഒരു സോളിഡ് പിക്ചർ, എവറിത്തിങ് ഷുഡ് ബി ഫോക്കസ്ഡ് ഇൻ ഫ്രണ്ട്, ഫോർഗ്രൗണ്ട് ഒബ്ജക്റ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്, ബാക്ക്ഗ്രൗണ്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് സെൻറ്റർ ഒബ്ജക്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഒരു ഫ്രെയിം വയ്ക്കുമ്പോൾ കളർ കോമ്പിനേഷൻ, അതിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡും പറയുന്നത് ക്രിയേറ്റ് ചെയ്ത. പിന്നെ അവിടെ ഒരു ഏറ്റവും മനോഹരമായിട്ട് നേച്ചർ ബ്ലൻഡ് ചെയ്തതാണ് ബാലു മഹേന്ദ്ര ഫോട്ടോഗ്രാഫി ഭയങ്കര എല്ലാവരും ക്രേസായിരുന്നു. അപ്പോൾ ഞാനത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസ് എനിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനത് കോപ്പി ചെയ്തിട്ടില്ല. ഒരേ ഒരു പടത്തിൽ മാത്രം അത് ട്രൈ ചെയ്ത്, മനസ്സിനക്കരയിലെ മെല്ലെ ഒന്ന് ഒരു പാട്ട്.
പിന്നെ ചെമ്മീൻ്റെ മാർക്കസ് ബാട്ട്ലെ, അദ്ദേഹത്തിൻ്റെ ഇത് പറഞ്ഞ ഫ്രെയിമിങ്ങും അതിൻ്റെ കളർ കോമ്പിനേഷൻ പിന്നെ ലെൻസിങ് ഇതൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ ഇതെല്ലാം ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വരുന്നത് മലയാള സിനിമയിൽ വരുന്ന കുറേ ഷാജിയൻ പെരുന്നാണ്, മധു അമ്പാട്ട് സാറ്. മധു അമ്പാട്ട് സാർ ഭയങ്കര, ഞാൻ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ വരുമ്പോഴാണ് മധു അമ്പാട്ട് സാറെ പറ്റി അറിയുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ സത്യജിത് റേയുടെ പടങ്ങൾ കാണുന്ന അദ്ദേഹത്തിൻ്റെ സിനിമാട്ടോഗ്രാഫർ. സോ മലയാള സിനിമവും നമ്മുടെ ബംഗാൾ സിനിമയാണ് ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്ന് പറയുന്ന ഒരു ആദ്യമായിട്ട് ഉപയോഗിച്ച പടങ്ങളായിരുന്നു. അപ്പോൾ അത് എനിക്ക് മലയാള സിനിമ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തു. സർ ഇപ്പം സാർ വിൻസെൻ്റ് മാഷിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ജനറേഷനിൽ ഇപ്പം ഞാൻ ഉൾപ്പെടെ കുറച്ച് പേർക്ക് വിൻസെൻ്റ് മാഷിൻ്റെ പേര് അറിയാം. പക്ഷെ ജെൻസിയിലെത്തുമ്പോൾ ആരാ വിൻസെൻ്റ് എന്നുള്ളത് ആർക്കും അറിയില്ല. അതെ. അപ്പം വിൻസെൻ്റ് മാഷിൻ്റെ ഒരു പെക്യൂലിയാരിറ്റി എന്താണെന്നുള്ളത് ഇപ്പം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ജനറേഷനും അതുപോലെ തന്നെ ജെൻസിയിലുള്ള ജനറേഷനും ആണെങ്കിൽ സാറ് എങ്ങനെയായിരിക്കും വിൻസെൻ്റ് മാഷിനെ പ്രസൻറ്റ് ചെയ്യുക? വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ വിൻസെൻ്റ് മാഷിൻ്റെ പിക്ചേഴ്സ് ഇപ്പോൾ എടുത്ത് കണ്ടാലും അതിൻ്റെ പെയിൻറ്റിങ്, ഇവരെല്ലാവരും പെയിൻറ്റിങ് ആണ് ഇവരുടെ ഒരു മെയിൻ സ്റ്റഡി ഉണ്ടാകും. അപ്പോൾ ഒരു പിക്ചർ വന്നു കഴിഞ്ഞാൽ ലൈഫ് വേണം, ആൻഡ് അത് സംസാരിക്കണം. ഇത് ക്യാരക്ടർ മാത്രമല്ല സംസാരിക്കുന്നത്. നമ്മളൊരു ഇൻ്റർവ്യൂ പോയി കഴിഞ്ഞാൽ വാട്ട്സ് യുവർ ബാക്ക്ഗ്രൗണ്ടാണ് ചോദിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് എന്താണ് പ്രൊഫൈലിൽ. അപ്പം ഐ ഹാവ് ദിസ് മച്ച് എക്സ്പീരിയൻസ്, ഐ ഹാവ് ദിസ് മച്ച് ടേസ്റ്റ്, എനിക്ക് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, അത് പുള്ളിയുടെ വിഷ്വലിൽ പുള്ളി ബ്രിങ്ങുന്നത്. പിന്നെ ലെൻസ് എങ്ങനെ, ഹൗ ടു ക്രിയേറ്റ് ദ ഡെപ്ത് ഓഫ് ഫീൽഡ് ഇൻ യുവർ പിക്ചർ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നും ചെമ്മീൻ കാണുമ്പോൾ നമുക്ക് കടലും ഫോക്കസ് ഉണ്ടാവും, ഫ്രണ്ടിലിരിക്കുന്ന ആർട്ടിസ്റ്റ് ഫോക്കസ് ഉണ്ടാവും. പക്ഷേ ഡിജിറ്റലൈസേഷൻ വന്ന ശേഷം നമുക്ക് നമ്മുടെ ക്യാരക്ടർ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടും ബാക്കിയൊക്കെ അത് ബോധേഡിൻ്റെ രീതിയിലാണ് പോകുന്നത്. അത് തെറ്റോ റൈറ്റോ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ ട്രെൻഡാണ്. സോ അത് നമുക്ക് ലോങ് ഒരു ട്രാവലൊക്കെ വിൻസെൻ്റ് മാഷിയുടെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി നമുക്ക് ഡെഫിനറ്റ്ലി എടുക്കാം. അത് ബാലുമഹേന്ദ്ര അത് ഭയങ്കര ലൈറ്റാണ്. നമ്മൾ ലൈറ്റ് സബ്ജക്റ്റൊക്കെ പറഞ്ഞു പോകുന്ന പോലെ ഡെപ്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇറ്റ്സ് ബ്യൂട്ടിഫിക്കേഷനാണ്, അദ്ദേഹത്തിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫിക്കേഷനാണ് കൊണ്ടുപോയത്. അതേപോലെ തന്നെ മധു അമ്പാട്ട് സാർ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്തതും കളറിൽ ചെയ്തതും അദ്ദേഹത്തിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ വന്നിട്ട് എല്ലാം നിയറസ്റ്റ് ടു പെയിൻറ്റിംഗ് ആണ്. സോ ഇത് നമ്മൾ ഇന്നും അവരെ, ഞാൻ 4ാമത്തെ ജനറേഷൻ വന്നു കഴിഞ്ഞാലും സ്റ്റിൽ ഐ ലൈക്ക് ദം. പക്ഷേ ഡിജിറ്റലൈസേഷൻ വന്നപ്പോൾ അവിടെ എവിടെയോ മിസ്സിങ് പോലെ ചിലപ്പം ഒരു പടം വന്നിട്ട് അടുത്ത പടം അതെക്കാട്ടിലും കുറച്ച് ബെറ്ററായിട്ട് വരുമ്പോൾ പഴയത് മറക്കുന്ന ഒരു ഇത്. പക്ഷേ നമ്മൾ ഇത്ര വർഷമായിട്ട് മറന്നിട്ടില്ല പഴയ കാര്യങ്ങളൊക്കെ. അതെ, സ്റ്റിൽ ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്സാണ് ഇത്. ഇറ്റ് വിൽ കം ബാക്ക്. സാർ ഇപ്പോൾ ഈ ദൂരദർശനിൽ സാറ് തുടങ്ങിയ ഒരു സമയം അതാണ്. അപ്പം അവിടെയാണല്ലോ തുടങ്ങിയത്. അപ്പം ടെലിവിഷനിൽ ഇപ്പം പൊതുവെ ടെലിവിഷൻ്റെ ഒരു ഫ്രെയിം നോക്കുകയാണെങ്കിൽ തന്നെ ടെക്നിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട്, ലോ ലാറ്റിറ്റ്യൂഡാണ്, അൺഫോർഗിവിങ് ആയിട്ടുള്ള ലൈറ്റാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പോൾ സത്യത്തിൽ ഈ ഒരു സിനിമാട്ടോഗ്രാഫർ എന്ന രീതിയിൽ ഈ പറയുന്ന ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ചലഞ്ചുകൾ സാറിനെ കൂടുതൽ ഷാർപ്പൻ, ആ ഒരു പോയിന്റിൽ ആ ഒരു സമയത്ത് ഷാർപ്പൻ ചെയ്യുകയാണോ ചെയ്തത്, അതോ ഇതൊരു ഫേസാണ്, ഇത് ഇത്രയൊക്കെ നമുക്ക് കിട്ടുള്ളൂ, ഇതുകൊണ്ട് തൽക്കാലം ഈ ഫേസ് സർവൈവ് ചെയ്ത് പോവാം എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു? ഏതായിരുന്നു ആ ഒരു പോയിന്റിൽ? ഇല്ല, ഞാൻ തുടങ്ങിയത് സിനിമയാണ് 78 കഴിഞ്ഞിട്ട് പാസ്റ്റ് ഔട്ടായി കഴിഞ്ഞിട്ട് റോബർട്ട് രാജശേഖറിന് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു, വിൻസെൻ്റ് മാഷയുടെ അസിസ്റ്റൻ്റായിട്ട് ഒരു പടത്തിൽ 2 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ജെ വിജയൻ ഒരു സിനിമാട്ടോഗ്രാഫറുടെ വർക്ക് ചെയ്തിട്ടുണ്ട്, തമിഴ് മലയാളം ചൂള വർക്ക് ചെയ്ത്, സായുജ്യം വർക്ക് ചെയ്ത്, അങ്ങനെ കുറേ സിനിമാട്ടോഗ്രാഫറിൻ്റെ ക്ലാഷ് വർക്കും ഡെഫിനറ്റ്ലി അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഓപ്പറേറ്റീവ് ക്യാമറമാൻ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഒരു സർവേൽ ഇത് ലോങ് ജേർണിയിൽ അത് പേയ്മെൻറ്റ് കിട്ടത്തില്ലെന്ന്, നമുക്ക് മാക്സിമം 1 ഡേ ക്യൂവിൽ നിന്ന് വാങ്ങിക്കുന്ന മാരുതി റാവു അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പെർ ഡേ 2 rupees വെച്ച് ബാറ്റ. അപ്പോൾ ക്യൂവിൽ നിന്ന് അസോസിയേറ്റ് ക്യാമറമാൻ ഓപ്പറേറ്റീവ് ക്യാമറമാൻ പറഞ്ഞ് കഴിഞ്ഞാൽ സീറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ക്യൂ സിസ്റ്റം ഉണ്ടാകും. അതിൽ പോയിട്ട് ഇതിന് പ്രത്യേകമായിട്ടൊരു സാലറി ഇല്ല, പകരം എല്ലാവർക്കും ഉള്ളൊരു ബാറ്റയുടെ കൂടെ കൊടുക്കുന്നവർ കൊടുക്കുമായിരിക്കും. പക്ഷേ എങ്ങനെ അസോസിയേറ്റ് അസിസ്റ്റൻറ്റുകളെല്ലാം ലേണിംഗ് പ്രോസസ്സായിട്ട് അവർ കണക്കാക്കും, ട്രെയിനിങ് പീരിയഡായിട്ട്. അപ്പം നമ്മളത് ക്ലിക്കായി ഡിമാൻഡിങ് വരുന്നവരെ യു കനോട്ട് ഡിമാൻഡ് ദ മണി, സാലറി ഡിമാൻഡ് ഇല്ല.
ഇഫ് അഴകപ്പൻ ഇസ് ഡിമാൻഡഡ് എന്ന് പറയുമ്പോൾ മാത്രമേ ഐ ക്യാൻ ആസ്ക് മണി. അതുപോലെ കൂടെ എവിടെയെങ്കിലും ചുറ്റിപ്പറ്റി നിൽക്കുക, 3 നേരം ചാപ്പാട് കിട്ടും, സ്റ്റേ ചെയ്യാൻ റൂം കിട്ടും, നോൺ AC റൂം, ഇതൊക്കെ ഓക്കെ. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് ഡോക്യുമെൻ്ററി ഫിലിംസ് ഡിവിഷനിൽ ചെയ്തു, അതും ഫിലിം ക്യാമറാസ് വെച്ചിട്ടാണ്. അവിടെ നിന്നാണ് ഞാൻ നാഷണൽ ചാനലിൽ അഡ്വർടൈസ്മെൻ്റൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയും. സന്താനവും എനിക്ക് സീനിയറായി പഠിച്ചവർ പറഞ്ഞു, നിങ്ങളെല്ലാവരും പുറപ്പെട്ടു വാ, കശ്മീരിലേക്ക് വാ, അവിടെ ജോബുണ്ട്, സിനിമാറ്റോഗ്രാഫർ ക്യാമറാമാൻ ജോബുണ്ട്, ടെലിവിഷൻ. അപ്പം ടെലിവിഷൻ ഒരു ഗ്ലാമർ ആയിട്ട് ആയി വരുന്നു, ജസ്റ്റ് സ്റ്റാർട്ടഡാണ്. ഇപ്പം ഗ്ലാമറായിട്ട് വരാൻ കാരണം എല്ലാവരും അവരുടെ മുഖം കാണിക്കണം, വീട്ടിലൊക്കെ കാണാൻ പറ്റും എന്നുള്ള ചിന്ത വന്നപ്പം എല്ലാവരും ഇടിച്ചു കയറി മുഖം കാണിക്കുന്ന MLAs ഉണ്ടായിരുന്നു, MPs ഉണ്ടായിരുന്നു, സിനിമ നടന്മാർ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താ മേഖല എന്ന് പറഞ്ഞിട്ട് അതെപ്പറ്റി അധികം നോളജ് ഇല്ലായിരുന്നു. പിന്നെയാണ് എൻ്റെ പ്രൊഫസറായിരുന്നു, ഇത് BBC എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ടെലിവിഷനാണ്, അതുപോലെ നമ്മുടെ ദൂരദർശൻ ആകും, ഇവിടെ ചാൻസസ് ആർ ബ്രൈറ്റ്. അവിടെ നോക്കിയപ്പം സാലറി ഉണ്ട്, ഓക്കെ എന്ന് പറഞ്ഞ് ട്രാവൽ ചെയ്ത് ഞാൻ കശ്മീർ പോയി. അപ്പോൾ ഞങ്ങൾ മഞ്ഞിൽ പെട്ടുപോയത് കൊണ്ട് ഒരു 12 hours ലേറ്റായി. ഈ 12 ഹവേഴ്സിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ 2 പോസ്റ്റാണ് അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ 2 പേര് പോയി. അതിൽ ഒരു പോസ്റ്റ് 1 മണിക്കൂർ മുമ്പ് ഒരാൾ വന്ന്, 1 മണിക്കൂറോ 4-5 hours മുമ്പ് ഒരാൾ വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു പോസ്റ്റ് വേക്കൻ്റായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആറുമുഖവും ഒരുമിച്ച് പോയതുകൊണ്ട് 2 പേരും കോമ്പറ്റീഷൻ, നീ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു, ഒരാൾ വിട്ടുകൊടുക്കും എപ്പോഴുമേ. ആ നേച്ചർ തന്നെ ഞങ്ങൾ ചെയ്ത്. അപ്പം ഞാൻ ആരംഭത്തിൽ പറഞ്ഞു യു ജോയിൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ ജോയിൻ ചെയ്യിച്ച് ഞാൻ തിരിച്ച് മടങ്ങി വന്നു. അപ്പോഴാണ് എനിക്ക് ഭാരതരാജയുടെ ഒരു ഫിലിം കിട്ടിയത്. അത് ഓക്കെ പറഞ്ഞു വെച്ചിട്ട് എനിക്ക് തിരിച്ചു വരാൻ ഈ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഹെവി സ്നോഫാൾ ആയതുകൊണ്ട് ബസ്സൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ടോട്ടൽ കണക്ഷൻ പോയി. ആ ബസ് ഇവിടെ തിരിച്ചു വന്നപ്പം ജോബും പോയി. അവിടെ ഫിലിമിൽ വേറെ സിനിമാറ്റോഗ്രാഫർ അസൈൻ ചെയ്തു. സ്റ്റോറീസ് നിഴൽകൾ എന്ന് പറയുന്ന പടം. എന്നിട്ട് വീണ്ടും ഞാൻ സ്ട്രഗിൾ ചെയ്യാൻ ഓട്ടിടൂ, നാട്ടിലേക്ക് പോകണോ ഇവിടെ ഇരിക്കാൻ. അപ്പോൾ എൻ്റെ മനസ്സിൽ സിനിമ മോഹം വിട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് ഇതേ സന്താനം തന്നെ വിളിക്കുന്നത്, ജലന്ധർ ടെലിവിഷനിലെ ക്യാമറാമാൻ വേണോ, പോകാൻ പറ്റുമെന്ന്. അങ്ങനെ ഡൽഹിയിൽ പോയി എന്നെ കുറേ ഫ്രണ്ട്സുകളൊക്കെ ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ എൻ്റെ അടുത്ത് കാശൊന്നുമില്ല തിരിച്ചു പോകാൻ. അപ്പോൾ എൻ്റെ സഹോദരി ഇവിടെ ഉണ്ടായിരുന്നു ഹൈദരാബാദിൽ, അവരുടെ അടുത്ത് കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് ഞാൻ അവിടേക്ക് പോയി ജലന്ധർ. അവിടെ പോയപ്പോൾ ഇമ്മീഡിയറ്റ്ലി കിട്ടി, മാസം 800 രൂപ സാലറി. ഭയങ്കര ഹാപ്പിയായി. 800 rupees പറഞ്ഞാൽ അന്ന് ചിന്തിക്കാൻ പറ്റുക, 2 rupees പെർ ഡേ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മന്ത്ലി 800 rupees എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് മണി. പിന്നെ സ്റ്റാർ വാല്യൂ ആണ് ക്യാമറാമാന്മാർക്ക് അന്ന് ദൂരദർശനിൽ. വെളിയിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ഫുഡ്, ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ കാർ സർവീസ് എല്ലാം കെയർ ചെയ്യും. അത്രയ്ക്ക് മറ്റേ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇമ്പോർട്ടൻസ് തരും. അപ്പോൾ അതിൽ എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവിടെയാണ് ഫിക്ഷൻ വന്നപ്പോഴാണ് ന്യൂസ് ക്യാമറമാനായിട്ട് ആദ്യം പോയത്. പിന്നെ ഞാൻ സ്പോർട്സ് ട്രെയിനിങ് എടുത്തു, സ്പോർട്സ് ക്യാമറമാനായി. അപ്പോൾ 2 ന്യൂസും സ്പോർട്സും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫിക്ഷൻ ചെയ്യുന്നതിന് താല്പര്യമുണ്ട്. എൻ്റെ മനസ്സും ഫുള്ളായി ഫിക്ഷനിൽ കിടക്കും. അങ്ങനെയാണ് കുറേ ഫ്രണ്ട്സ് ഉണ്ടായി. അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട്, പ്രൊഡ്യൂസേഴ്സും പറയുന്നത് ഡയറക്ടേഴ്സാണ് പ്രൊഡ്യൂസേഴ്സും പറയും ടെലിവിഷനിൽ. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് എൻ്റെ സിനിമാറ്റോഗ്രാഫി എന്ത് പഠിച്ചോ അത് ഞാൻ ടെലിവിഷനിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ലൈറ്റിംഗ്, ക്യാമറ ആംഗിൾ, ഇതെല്ലാം ടെലിവിഷൻ പാറ്റേണിൽ നിന്ന് എൻറ്റേർലി ഡിഫറെൻ്റായിട്ട് സിനിമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പേര് കിട്ടാൻ തുടങ്ങി. കുറേ ഷോർട്ട് ഫിലിം ക്ലിക്കായി. ആൻഡ് ഒരു ലോങ് ഫിലിം ഫീച്ചർ ചെയ്തായിരുന്നു, 1 hour 40 minutes ഫിലിം, ചിട്ടാ ലോഗ് എന്ന്. അത് പാകിസ്ഥാനിൽ ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇത് ഡിവൈഡായിട്ട്, ഇന്ത്യ പാകിസ്ഥാൻ ഡിവൈഡായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ചെറിയ ടഫ് പീരിയഡ്, അതിനുണ്ടായിരുന്ന എമോഷണൽ ക്യാപ്ചർ ചെയ്യാമെന്ന്. അപ്പോൾ അത് ഭയങ്കര എനിക്ക് പേര് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ഷോർട്ട് ഫിലിമും ലോങ് ഫിലിമും 13 episode ഇങ്ങനെയൊക്കെ ഇത്. പക്ഷേ ഞാൻ ചെയ്തെല്ലാം സിനിമയിൽ എന്ത് നമ്മൾ പഠിച്ചോ അത് എല്ലാവർക്കും ഒരു പുതു കൗതുകമായിട്ട് തോന്നി. ടെലിവിഷനിൽ വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ സിനിമ. അപ്പം ഞാൻ ചെയ്യുന്ന ഷോർട്ട് സ്റ്റോറീസ് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി അത് ഒരു സിനിമാറ്റിക് ആംഗിളിൽ തന്നെ ഞാൻ അത് ടെലിവിഷൻ എന്ന് പറഞ്ഞ് നെഗ്ലിജൻസ് ചെയ്ത. അതാണ് ഞാൻ ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് വന്ന് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ പോയപ്പോൾ
അതിൽ മാത്രം ക്യാപ്ചറിങ് മാത്രം ചെയ്യാൻ പറ്റും. അതിലൊന്നും ക്രിയേറ്റീവ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്യാപ്ചറിങ് മാത്രം ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ. അതുകൊണ്ടാണ് ഞാൻ ഡിമാൻഡ് ചെയ്ത സ്ഥലത്തിൽ എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. ട്രിവാൻഡ്രം വന്നിട്ട് ഞാൻ ഇവിടുത്തെ ഫ്രണ്ട്സുകളൊക്കെ പരിചയപ്പെട്ടപ്പം കുറേ പേർക്ക് ഒരു എസ്തറ്റിക് സെൻസ് ഉള്ള കുറേ ഫ്രണ്ട്സുകൾ കിട്ടി. അതിലാണ് ശ്യാമപ്രസാദും ഞാനും ഒരുപാട് വർക്ക് ഒരുമിച്ച് ചെയ്തു. അതാണ് ഇവിടെ സ്റ്റേറ്റിലെ എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ അപ്രിഷിയേഷൻ ചെയ്തവരാണ്. ഉയർത്തെഴുന്നേൽപ്പ്, നിലാവറിയുന്നു, ആൻഡ് ഒരു വേനലിൻ്റെ ഒഴിവ്, ഇങ്ങനെയുള്ള മാധവിക്കുട്ടി ചെയ്ത സംഭവങ്ങളൊക്കെ. അപ്പം അതിൽ നമുക്കൊരു ഒരു ഇമ്പോർട്ടൻസ് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് വീണ്ടും സിനിമക്ക് വരാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ്. സാർ ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സാർ ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പൊതുവേ സിനിമയിലായിക്കോട്ടെ, സാർ ചെയ്ത ഇപ്പം ടെലിഫിലിം പോലെ ആയിക്കോട്ടെ, ഈ ചോര അല്ലെങ്കിൽ ഈ പറയുന്ന ഫൈറ്റ് അല്ലെങ്കിൽ ഒരാൾ മരിച്ചു കിടക്കുന്നതൊക്കെ നമുക്ക് ഓൾറെഡി ക്യാമറ ചെയ്യുമ്പോൾ അറിയാം ഇത് മാനിപ്പുലേറ്റഡ് ആണ്, ഫാബ്രിക്കേറ്റഡ് ആണ്, കാരണം ഇത് സ്ക്രീനിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ സിനിമയിൽ കണ്ടിട്ടുള്ള സാധനങ്ങൾ റിയലായിട്ട് കാണുകയാണ്. അതായത് ചോര എങ്കിൽ ചോര, ഒരാൾ മരിച്ചു കിടക്കും. അപ്പോൾ ഒരു ക്യാമറാമാൻ എന്നതിലുപരി ഒരു മനുഷ്യനായിട്ടത് കാണുമ്പോൾ ഇതെടുക്കുമ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥ എന്താണ്? കാരണം നമുക്കിത് ചെയ്യുകയും വേണം, എന്നാൽ അതേസമയം നമ്മളുടെ മനുഷ്യൻ കുറച്ചൊരു ഇതിനെ നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിനെങ്ങനെയാണ് അത് ബാലൻസ് ചെയ്യാൻ പറ്റിയത്? ഐ മീൻ ആദ്യം കാണുമ്പോൾ ഉള്ള ഒരു ഷോക്ക് എന്ന് പറയുന്നത് ഉണ്ടാവുമല്ലോ. അത് ഭയങ്കര ഷോക്കാണ്. അത് പറയാൻ പറ്റില്ല, എല്ലാം എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല. കാരണം ഇത് ഡെഫിനറ്റ്ലി ഒഫീഷ്യലി ആർമി ഓപ്പറേഷൻ ആയതുകൊണ്ട് ലോട്ട് ഓഫ് സീക്രട്സ് ആർ ഡെഫിനറ്റ്ലി ദെയർ. അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റും. പക്ഷേ എന്നാലും ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ പറയുകയാണെങ്കിൽ ഭയങ്കര ഡിപ്രസീവാണ്. ഡിപ്രസീവ് പറഞ്ഞാൽ നമ്മൾ വേറെ ലോകത്തിലാണ് അവിടെ കണ്ടത്. ഞാൻ എൻ്ററാകുമ്പോൾ തന്നെ ആദ്യമേ നമുക്ക് ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ തന്നെ നമ്മൾ ഹെലികോപ്റ്റർ വെടിവെക്കുന്നു. അപ്പോൾ ഹെലികോപ്റ്റർ തിരിഞ്ഞ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, അതിൽ ഞാനും ക്യാമറവും വീഴുന്നു. ആ ഒരു ഇൻസിഡൻറ്റിൽ തന്നെ ഒരു ഫിയർ തുടങ്ങിയാൽ നമ്മൾ ഒരു വാറാണ് ആക്ച്വലി. അത് സിവിൽ വാർ എന്ന് പറയാം, ഇൻസൈഡ് നടക്കുന്ന ഒരു വാറാണ്, മറ്റേ ഓപ്പൺ വാറല്ല. ഈ ഇപ്പം ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരേ ഒരു വാതിലേ ഉള്ളൂ. 360 ഡിഗ്രി ആംഗിൾ എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രി അവർ ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ് ടെററിസ്റ്റ്. ആർമി പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയിൽ എൻ്ററാകുമ്പോൾ തന്നെ ഒരു 270 ഡിഗ്രിയിലിരുന്നിട്ട് ഫയർ വരും. 270 ഡിഗ്രിയിലെന്ന് എല്ലാ ആംഗിളിൽ നിന്ന് ഫയറിങ് വരുന്നു. അപ്പോൾ ഈ ആർമിക്ക് തന്നെ ഉള്ളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കുറേ പേര് മരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ദിവസമാണ് എൻ്റെ സീനിയറായിരുന്ന ചന്ദ്രശേഖർ പോകുന്നത്. അപ്പോൾ പുള്ളി വന്നിട്ട് പുള്ളിയെ അവിടെ വെച്ച് കാണുമ്പോൾ തന്നെ ഭയങ്കര ഡിപ്രഷനാണ്, ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി സംതിങ് റോങ്. അപ്പോൾ ഹെലികോപ്റ്ററിൽ കയറുമ്പോൾ മുമ്പ് തന്നെ എന്നെ സൈൻ ചെയ്ത് അഗ്രിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞ്, എൻ്റെ ഓൺ റിസ്കിലാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്, ബിക്കോസ് നാളെ ക്ലൈം ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനത് ഒപ്പിട്ട് കൊടുത്ത് കഴിയുമ്പോൾ പോയി. ഇതൊരു അഡ്വഞ്ചറസ് എന്ന് ആദ്യം വിചാരിച്ചാൽ പോയത്. അവിടെ പോയപ്പോൾ അഡ്വഞ്ചറസ് അല്ല. ഫൈറ്റ് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻസ് തന്നെ, എല്ലാ ഇന്ത്യൻസാണ്. കുറേ പേര് ടെററിസ്റ്റിന് പറയപ്പെടുന്ന കുറേ ആർമി. അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ഓപ്പണിങ്ങിൽ തന്നെ 4 പേര് എൻ്റെ ക്യാമറയുടെ മുമ്പ് മരിക്കുന്നു. അപ്പം തന്നെ ഷോക്കായി. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ പോകണോ വേണ്ടാന്ന് ഒരു 5-10 മിനിറ്റ്സ് ഒരു ഭയങ്കര ഡിപ്രസീവ് മൂഡായി. പിന്നെ അവരുടെ ബോഡിയൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട് ആർമി സജഷൻ പറഞ്ഞപ്പോൾ ഞാൻ അടുത്ത് പോയി ഐഡൻറ്റിറ്റിക്ക് വേണ്ടി എല്ലാം ഷൂട്ട് ചെയ്തിട്ട് അന്ന് പുറത്തേക്ക് ഉള്ളിൽ പോകണ്ട പറഞ്ഞു. ഞങ്ങൾ അവിടെ തന്നെ തറയിൽ ഒരു ജീപ്പിൻ്റെ പിറകെ കുത്തിയിരുന്നു. ആ ഒരു മൂമെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ഡിപ്രഷൻ. ഒന്നും എൻ്റെ അസിസ്റ്റൻ്റ് എൻ്റെ അടുത്ത് സംസാരിക്കില്ല, ഞാൻ ആരുടെ അടുത്ത് സംസാരിക്കില്ല, ചിരിയില്ല, ഒന്നും ഈ ലോകം വിട്ടുപോയി. എന്താ സംഭവിക്കുമ്പോൾ എന്ന് അറിയില്ല, ബ്ലാങ്കായി പോയി. ഇനി ആർമിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എപ്പം അകത്തേക്ക് പോകും. പിന്നെ അകത്ത് പോയപ്പം ഇതേ സിറ്റുവേഷനാണ്. സൈലൻസാണ് കൂടുതൽ. സൈലൻ്റായിരിക്കുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നെങ്കിലും വെടി വരും. അപ്പോൾ ക്യാമറ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഒരു പില്ലേഴ്സാണ് നമുക്ക് മറവ്. ആ പില്ലേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ, കാരണം ഇത് ആ ഗോൾഡൻ ടെമ്പിളിൻ്റെ സ്ട്രക്ചർ എടുത്ത് ഫിഗർ ഇപ്പോൾ നോക്കിയാൽ മതി, അത് എങ്ങനെ ഉള്ളിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നറിയാം. അപ്പോൾ ഹൈഡിങ് പ്ലേസ് വേറെ ഒന്നുമില്ല. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പില്ലേഴ്സ് മാത്രമേ മറവുള്ളൂ. ആ പില്ലേഴ്സിൻ്റെ ഇടയ്ക്കിരുന്ന് 2 ക്യാമറ വെച്ചിരിക്കുന്നു, ഒന്ന് ഡിജിറ്റൽ ക്യാമറ, ഒന്ന് ഫിലിം ക്യാമറ. 2 മാറി തോളത്ത് വെച്ച് ഷൂട്ട് ചെയ്യുക. അവിടെ നിന്ന് ഫയർ വരുമ്പോൾ അവിടെ എടുക്കുക. മഴ പെയ്യുന്ന പോലെ 2 സൈഡിൽ നിന്നും പെയ്യും.
സോ ഡെത്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡെത്ത് വന്നാൽ എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ബുള്ളറ്റ് പ്രൂഫ്സ് ഒക്കെ ഓൾറെഡി ഇല്ല അങ്ങനെ തന്നാ ആർക്കും ബുള്ളറ്റ് പ്രൂഫ് എനിക്കൊരു ആർമിയിൽ കുറേ കമാൻഡേഴ്സ് മാത്രമേ ഇട്ട് കാണും, ബാക്കി സോൾജേഴ്സ് ഒന്നും ഇട്ടില്ല. നിങ്ങൾക്കില്ല. സോ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ ഒരു ആംഗിളിൽ മാത്രമേ നമുക്ക് സേഫ് ഉണ്ട്, ബാക്കി എല്ലാ ഇതിൽ നിന്നും വെടി വരും. പിന്നെ 3-4 ദിവസമൊക്കെ ഓൾമോസ്റ്റ് ഞാൻ അകത്തെ പോകുമ്പോൾ തന്നെ കുറച്ച് പേരെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം അറസ്റ്റ് ചെയ്തു, പിന്നെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പിടിച്ചു. ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി. അത് കഴിഞ്ഞ് 1 മാസം മിണ്ടാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല, വോമിറ്റിംഗ് സെൻസേഷൻ എപ്പോഴും. ആ സ്മെല്ല് അവിടെ ഉള്ള സ്മെല്ലാണ്. ഈ സാറിൻ്റെ കൂടെയുള്ള ലൈറ്റിംഗ് അസിസ്റ്റൻ്റ് ആണോ അതോ എനിക്ക് തോന്നുന്നു സൗണ്ട് എടുക്കാൻ ഒരാൾ സൗണ്ട് ഉണ്ടായിരുന്നു, ഒരാൾ സൗണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടുപേരാണ് മൊത്തത്തിലുള്ള ഓപ്പറേഷൻ. സൗണ്ടിലുള്ള ആൾ എവിടെയെങ്കിലും ഓടി ക്യാപ്ചർ ചെയ്യണ്ടല്ലോ, എവിടെ ഇരുന്നിട്ട് വെടി ശബ്ദം മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. ഇത് അന്ന് കൊണ്ടുപോയി അന്ന് അത് ആർമിക്ക് കൊടുക്കുകയാണോ അതോ? ആർമിക്ക് എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന എല്ലാം ഇമ്മീഡിയറ്റ് വി ആർ ഹാൻഡിങ്. അത് പ്രൊജക്റ്റ് ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ റീവൈൻഡ് പോലും ചെയ്താൽ നമ്മൾ ഷൂട്ട് ചെയ്ത് എന്താണ് അത് അതേപടി കൊടുക്കും. അതെ, കാസറ്റ് എടുത്ത് കൊടുക്കുക. അവർ കാസറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അവർ ആർമി ഉണ്ടാവും, ബാക്കി അവരാണ്. അവർ അത് ഫ്ലൈറ്റിൽ കൊണ്ടുപോയി ഡൽഹി കൊണ്ടുപോയി അവിടെ വെച്ചാണ് എഡിറ്റിങ്. കുറച്ച് എഡിറ്റിങ് ജലന്ധറിൽ വെച്ച് നടന്നു. പിന്നെ ബാക്കി ട്രാൻസ്ഫർ ചെയ്യും വയർലെസ്. അതും അവരാണ് കംപ്ലീറ്റ്ലി എഡിറ്റിംഗ് പ്രോസസ്. കാരണം ഇറ്റ്സ് നാഷണൽ സീക്രട്ട്, നാഷണൽ ഇമ്പോർട്ടൻറ്റ്.